ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നാട്ടിലൊക്കെ എങ്ങനെയാണ് ഗായ്സ്? മഴയല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ. ഇവിടെ പഞ്ചാബിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിയായപ്പോൾ തുടങ്ങിയ മഴയില്ലേ, രാവിലെ ഒരു 6-7 മണി വരെ കണ്ടിന്യൂ പെയ്തു ഗായ്സ്, നിന്നതേ ഇല്ല. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ വെള്ളം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലേ, എനിക്കിങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ, അതായത് കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനുമായിട്ട് ഞാൻ കുറച്ച് വിത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വാങ്ങുന്ന സാധനങ്ങളെല്ലാം മീഷോന്ന് വാങ്ങിക്കുന്നതാണേ. അപ്പോൾ മീഷോന്ന് ഗ്രോ ബാഗും പ്ലാന്റ് ചെയ്യാനുള്ള ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് സൺഡേ ആവാനായിട്ട് കാത്തിരുന്ന് അങ്ങനെ ഫൈനലി സൺഡേ ആയി കേട്ടോ. അങ്ങനെ സൺഡേ ആയപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങിയ ഇക്കാനെ വിളിച്ചുകൊണ്ട് മണ്ണ് വരാനായിട്ട് താഴെ വന്നതാണേ. നമ്മുടെ കോട്ടൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള മണ്ണെല്ലാം ഇതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഇക്കായാണെങ്കിൽ രാവിലെ സൺഡേ ആയിട്ടൊന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന ഇക്കാനെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തി എണീപ്പിച്ച് താഴെ വന്നിട്ട് ഇതുപോലെ ബക്കറ്റിലൊക്കെ മണ്ണെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണെടുക്കുന്ന വേണ്ടിയിട്ട് താഴത്തെ കോട്ടറിലെ പിള്ളേരൊക്കെ വന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമുക്ക് ഇവിടുത്തെ പഞ്ചാബിലെ മണ്ണിൽ കഴിച്ച് നല്ല അടിപൊളി മണ്ണാണ്. എന്ത് വെച്ചാൽ എന്താ പൊന്നു വിളയോ എന്ന് പറയൂലേ, അങ്ങനത്തെ മണ്ണാണ് കേട്ടോ ഇവിടുത്തത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ മണ്ണിൽ വെള്ളം തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഞാനിപ്പോൾ എന്ത് ചെയ്യാണെന്നല്ലേ കഴിച്ചതാ കണ്ടില്ലേ, ഇക്ക പാടോട്ട് കഷ്ടപ്പെടുന്നത് വീഡിയോ എടുത്ത് ചില്ല് ചെയ്യുകയാണ് ഞാൻ. കാരണം ശ്വാസം മുട്ടൊക്കെ വന്നതിന് ശേഷം ഞാനൊന്ന് ഓക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പ്ലാന്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള മണ്ണെല്ലാം ഇക്ക കോരി മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ആണ്. പിന്നെ ഞാൻ ചകിരിച്ചോറ് വന്നിട്ട് ഇതുപോലെ ബ്ലോക്ക് വാങ്ങിച്ചിട്ട് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്ക അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിങ്ങനെ എടുത്തുകൊണ്ട് വരാണ്. 20 ഗ്രോ ബാഗാണ് ഞാൻ വാങ്ങിയത്. അതിൽ ഓൾറെഡി 3 ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 17 ഇന്ന് നടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇക്ക ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇക്ക മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വൈകിട്ടായപ്പോഴാണ് ഞാൻ ചെടി നടാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം വെയിലടിച്ചാൽ മൈഗ്രെയിൻ ഫുള്ള് ട്രിഗറാവും. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഗ്ലൗസ് ഉണ്ടോ ഗൈസ്, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ നമ്മുടെ കൈയൊന്നും അങ്ങനെ അഴുക്കാകത്തില്ല, നഖത്തിൻ്റെ ഇടയിലൊന്നും മണ്ണ് കയറണം, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഗ്ലൗസാണ്. ഈ ഒരു ഗ്ലൗസും പിന്നെ വന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ടൂളും കൂടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മണ്ണ് കോരിയിടാനും പിന്നെ മാന്താനും ചിക്കാനൊക്കെ ഉള്ള സാധനം. ഇതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 195-200 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഗ്രോ ബാഗ്, ഇത് വന്നിട്ട് ഒരു 12 ഇഞ്ചിൻ്റെ ഗ്രോ ബാഗാണ്. ഇത് ഞാനൊരു 20 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും വന്നിട്ട് മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ല മണ്ണ് അത്യാവശ്യം കൊള്ളു കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെ ഒരു പകുതിക്ക് താഴെ മണ്ണ് നിറച്ചിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയും മണ്ണ് ആയിട്ട് തികഞ്ഞില്ല. ഞാൻ പിന്നെ ബരാബറാക്കി എടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിലിടയ്ക്കിടാൻ വേണ്ടിയിട്ടുള്ള വളമെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ വന്നിട്ട് വെർമി കമ്പോസ്റ്റ്, അങ്ങനെ സംഭവങ്ങളെല്ലാം ഞാൻ അത് മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ് ഗൈസ്. അത് വന്നിട്ട് കുറച്ച് മഴ നനഞ്ഞു. അങ്ങനെ ഞാനത് ഉണക്കാനൊക്കെ വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാണ്. ഞാൻ ഇതുപോലൊരു ഈ ഒരു ബേസിലാണ് മണ്ണ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡി പൊസിഷനിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മണ്ണ് നിറയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നട്ടു തുടങ്ങുമ്പോഴത്തേക്ക് അതും ഇതും തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു കപ്പാണ് മെഷർമെൻറ്റ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എത്ര ഒരു 30-20 അങ്ങനെ ഒരു പെർസെൻറ്റേജിലാണ് നമുക്ക് മണ്ണും ചകിരിച്ചോറും വളമൊക്കെ മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അവൾ വന്നിട്ട് അഗ്രികൾച്ചറാണ് പഠിച്ചത്. അവൾക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് അവൾ കോട്ടയത്ത് ജോലിക്ക് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ലീവിലാണ്. അതായത് നമ്മുടെ ഡെലിവറി കിട്ടുന്ന ലീവില്ലേ, അതിലാണ്. അപ്പോൾ ഇത് വെർമി കമ്പോസ്റ്റാണ്. ഇത് 5 കിലോയുടെ പാക്കറ്റ് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വെർമി കമ്പോസ്റ്റും ഈ വളത്തിനോട്, അതായത് ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഞാൻ നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെർമി കമ്പോസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ വെർമി കമ്പോസ്റ്റ് ഇതുപോലെ അളന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനും ഈ ഒരു അളവ് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതെന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ അളന്നത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. എന്തോ ഞാൻ കുക്കിങ്ങിൽ അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഗൈസ് എത്ര കൃത്യതയോട് കൂടി അളന്നെടുക്കുകയാണ് ആ ഒരു മെഷർമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ബേസിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ.
ഈ ഒരു കറക്റ്റ് മിക്സിൽ വേണം ഇതെല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് ഞാൻ എന്താ ഈ ബ്ലോക്കില്ലേ, കൊക്കോപിറ്റിൻ്റെ ബ്ലോക്ക് കിട്ടുമല്ലോ, ഞാനിത് 2 കിലോയുടെ 4 കിലോ ബ്ലോക്കാണ് വാങ്ങിയത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോക്ക് ചെയ്തിട്ടിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് വാർന്നു പോയതിന് ശേഷം ബാലൻസ് ഉള്ള ആ ഒരു ചകിരിച്ചോറാണ് റെഡിയായിട്ടിരിക്കുന്നത്. ഇത് ഞാൻ വിചാരിച്ച അത്ര അളവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു 4 കിലോ ചകിരിച്ചോറ് വന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു അളവിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒഴുകി പോകാനും മണ്ണൊന്നും ഇങ്ങനെ കട്ട കെട്ടി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് ഞാൻ ഇതുപോലെ 1 കപ്പ് നിറച്ച് അളന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇതുപോലെ സെയിം ഒരു പ്രാവശ്യം കൂടെ ചെയ്താണ് ഞാൻ എൻ്റെ ഗ്രോ ബാഗ് നിറച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു 3 മിക്സ്, അതായത് നമ്മുടെ വെർമി കമ്പോസ്റ്റ്, നമ്മുടെ ഗാർഡൻ സോയിൽ, പിന്നെ വന്നിട്ട് ചകിരിച്ചോറ്, ഇത്ര ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് സെറ്റ് നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണം. പക്ഷേ ഞാൻ ഈ 2ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എനിക്ക് ശ്വാസം മുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ബലം കൊടുക്കുന്ന പണി ചെയ്യാൻ പോയാൽ എനിക്ക് വീണ്ടും ശ്വാസം മുട്ട് കൂടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബലം കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ 2 ട്രിപ്പായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മുടെ ആ വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും ഒക്കെ ഇങ്ങനെ മിക്സ് ആവണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്തേക്ക് നിറച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ അതിനകത്തുള്ള കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കുത്തി അതെങ്ങനെ പൊടിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മണ്ണ് കട്ടയായിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊടിച്ച് മണ്ണെല്ലാം നല്ല നമ്മുടെ പുട്ടുപൊടിയുടെ മാവ് പോലെ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്ത് ഓൾറെഡി ഹോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾ ഇല്ലെങ്കിൽ ചെറിയ 2-3 ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ കണ്ടില്ലേ, നല്ല അതെല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു പോട്ടി മിക്സ് തന്നെ കിട്ടിയിട്ടില്ലേ. അത്യാവശ്യം വെള്ളമൊക്കെ ഞാൻ ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഊർന്ന് പോകുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വളവും കൂടി ചേർക്കും കേട്ടോ. അല്ലാതെ ഇത്ര മാത്രം ഇട്ടാൽ നമുക്ക് പച്ചക്കറിയൊന്നും അധികം റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇതിനൊരു അടിയിൽ കുറച്ച് അടിവളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ എല്ലുപൊടിയും കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ മിക്സ് റെഡിയാക്കിയപ്പോഴത്തേക്ക് ഇതാ കണ്ടത്, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് വന്നിട്ടുള്ളൂ. ഇത്ര ചെയ്തപ്പോൾ തന്നെ ഞാൻ തളർന്നു കേട്ടോ. 1 ബാഗാണ് ആയത്. ഇതുപോലെ നമുക്ക് 17 ബാഗ് നിറയ്ക്കണം. അങ്ങനെ ഞാൻ 2ാമത്തെ ട്രിപ്പ് റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചകിരിച്ചോറെല്ലാം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ആ ഒരു കട്ട വാങ്ങിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കുന്നതല്ലേ, അതുകൊണ്ട് ആ ഒരു സ്പ്രെഡ് ആയാലും ഒരു കട്ടി ഉണ്ടാവും. അതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താലാണ് ഇങ്ങനെ സെപ്പറേറ്റായി വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ എടുത്ത കണക്ക് 1 കപ്പ് ചകിരിച്ചോറ്, പിന്നെ വന്നിട്ട് 1/2 കപ്പ് വെർമി കമ്പോസ്റ്റ്, ബാക്കി 2.5 കപ്പ് നമ്മുടെ ഗാർഡൻ സോയിൽ, ആ ഒരു അളവിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡൻ സോയിൽ ഞാൻ എടുക്കുകയാണ്. ഇവിടുത്തെ മണ്ണ് കണ്ടില്ല, അത്യാവശ്യം നല്ല അടിപൊളി മണ്ണാണ് കേട്ടോ. ഡ്രൈ ആയാൽ ഇങ്ങനെ പൊടി പോലെ ഇരിക്കും. പക്ഷെ മഴ നനഞ്ഞാൽ ഇതിങ്ങനെ ഒരൊറ്റ ഇങ്ങനെ ഗ്ലൂ പോലെ അങ്ങ് സ്റ്റക്കാകും ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ മണ്ണിന് പ്രത്യേകതയായിരിക്കും, ഓരോ സ്ഥലത്തും ഓരോ മണ്ണാണല്ലോ. എന്തായാലും നമ്മുടെ ഈ പഞ്ചാബിൽ എന്തായാലും നല്ല മണ്ണാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയടക്ക ഇവിടെ നമ്മളിങ്ങനെ വെളിയിറങ്ങിയാൽ കാണാം ഇങ്ങനെ ഗോതമ്പ് പാടങ്ങളും ഒരുപാട് മറ്റേ നമ്മുടെ ബാസ്മതി റൈസിൻ്റെ പാടങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ വെളിയിലിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ പാടങ്ങളാണ്. ഈ ഗോതമ്പൊക്കെ വളഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുമല്ലോ നല്ല വിഷ്വൽസ്, അതുപോലെ നല്ല അടിപൊളി വിഷ്വൽസാണ് വെളിയിലിറങ്ങിയാൽ കാണാൻ പറ്റുക. പക്ഷേ ഞങ്ങൾക്കിവിടെ വെളിയിൽ പോകാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റാത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ സെറ്റ് ആ ഒരു മണ്ണിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, 2 മിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വലിയ ബേസിനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ദേഹം അനങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് ഏകദേശം 1/2 മുകളിൽ നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ പച്ചക്കറിയുടെ എല്ലാത്തിൻ്റെ ആയാലും മൂട്ടിൽ വെയിലടിക്കണം. അപ്പോൾ എങ്കിലേ നമുക്ക് ആ ഒരു അവിടെ അത് വെള്ളമൊന്നും കിട്ടാതെ അങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ ഗാർഡനിങ് അത്ര ഇഷ്ടമുള്ള കേസൊന്നും അല്ലായിരുന്നു കേട്ടോ.
പക്ഷേ ഇക്കാൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഇക്കാക്കാണെങ്കിൽ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോയപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്ക് അതിനോട് ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ. കാരണം ഇപ്പോൾ ഒരു വിത്ത് പാകിയിട്ട് രാവിലെ ഉറക്കം എണീച്ചാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് ഓടി വന്ന് അത് കിളിച്ചോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഞാൻ വന്നിങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കിളിപ്പിച്ച പയറും വെണ്ടയാണിത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ്. അപ്പോൾ അത് ഞാൻ അന്ന് നമ്മുടെ മരമൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതുകൊണ്ട്, പിന്നെ നമ്മുടെ വളക്കടയിലില്ലേ അവിടെ നിന്ന് വാങ്ങിയതുകൊണ്ട്, അങ്ങനെ 2 സ്ഥലത്തു നിന്ന് വാങ്ങിയ വിത്താണ്. അപ്പോൾ പയറെല്ലാം ഏകദേശം കുറച്ച് കിളിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് വന്ന ഇലയൊക്കെ ഒരുമാതിരി ആയി പോയിട്ടോ. അപ്പോൾ ഞാൻ അതങ്ങ് പിച്ച് കളഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്നത് ഈ 2ാമത് വന്ന ഇലയാണ്. നമ്മുടെ മിക്സ് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പോകുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മുകളിലൊരു വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ. കാരണം ഭയങ്കര വെയിലാണ്, വെയിലടിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ ബോൺ മീലാണ് കേട്ടോ. എല്ലുപൊടി ഞാൻ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം ഇട്ട് കൊടുക്കുന്നുള്ളേ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ചെറിയ ചെടിയാണ്. പിന്നെ ഒരുപാട് ഇട്ട് കൊടുത്താൽ ചൂട് കയറിയിട്ട് ഇതെല്ലാം അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ എല്ലുപൊടി അത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് ചേർക്കുന്നത്. അത് നല്ല പൗഡറായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്കാണ്. നമുക്ക് ഇതിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിതുപോലെ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഷൂട്ട് ചെയ്തപ്പോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, അങ്ങനെ ഞാൻ മുഴുവൻ ഗ്രോ ബാഗും ഫില്ല് ചെയ്ത് ചെടികൾ കിളിച്ചതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തക്കാളി നടാൻ വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രോ ബാഗാണ്. തക്കാളി ഞാൻ ഓൾറെഡി പാകി വെച്ചേക്കാണ് കേട്ടോ. അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു കുഞ്ഞു മണിമണിയാണൊക്കെ ഇങ്ങനെ ഒരു മുള പൊട്ടി വരുന്നതേ ഉള്ളൂ. ടൈം എടുക്കും ഗൈസ് അല്ലേ. അപ്പോൾ അത് തക്കാളി നടാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ നട്ട പയറും വെണ്ടയും പിന്നെ വന്നിട്ട് എൻ്റെ പുതിനയില. അപ്പോൾ 4 പയറാണ് ഞാൻ കിളിപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പം 2 പയർ വീതം ഓരോ ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് വെണ്ടയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം വന്ന ഇലകളെല്ലാം ഞാൻ നുള്ളി കളഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ശോഷിച്ച പോലെ നിൽക്കുന്നത്. അവ കിളിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ പുതിനയില കണ്ടില്ലേ, അതിപ്പോൾ ഇലയൊക്കെ സൈസ് വെച്ച് തുടങ്ങി കേട്ടോ. ഇതിനകത്ത് ഞാൻ നമ്മുടെ ചുമന്ന ചീര നട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കുഞ്ഞുതായിട്ട് ഇങ്ങനെ പൊടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചുമന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചുമന്ന ചീര കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ മുളകില്ലേ, നമ്മുടെ പച്ചമുളക്, അത് ഞാൻ കിളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അത് കുറച്ച് വലുതായിട്ട് വേണം ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പച്ചമുളക് കിളിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വന്നിട്ട് നമ്മുടെ മല്ലിച്ചിപ്പില്ലേ, മല്ലിയില, അതാണ് പാകിയേക്കുന്നത്. കിളിക്കുമായിരിക്കും. പിന്നെ നമ്മുടെ ഇറച്ചിമുളക് കായ്സ്, അതൊക്കെ ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ നമ്മുടെ നീലമുളക്, നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന മണമുള്ള മുളകില്ലേ, ഇത് വന്നിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചി, അതിങ്ങനെ ചെറുതായിട്ട് മുള പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കിളിക്കുമായിരിക്കും അല്ലേ. ഇനി ഇതിൽ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ ബീൻസും കുക്കുംബറുമാണ്. എനിക്ക് ബീൻസിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഗൈസ്. കാരണം ബീൻസ് എത്ര നട്ടിട്ടും അത് കിളിക്കുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം വിത്ത് ഇങ്ങനെ മാറി ഇട്ട് നോക്കി, എന്നിട്ട് രക്ഷയൊന്നുമില്ല. അപ്പം നമ്മുടെ ഗ്രോ ബാഗെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് കായ്ച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കായ്ച്ച് കിട്ടുമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.